മാന്നാർ പഞ്ചായത്തിലെ വിവിധ പ്രവർത്തികൾ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മാന്നാർ പഞ്ചായത്തിനെയും കടപ്ര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മാന്നാർ കോട്ടക്കൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം, ഈസ്റ്റ് വെൽഫെയർ LP സ്കൂളിൽ നിർമ്മിച്ച ടർഫ്, MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച മാന്നാർ KRC വായനശാല കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി നടത്തിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിനെയും കടപ്ര ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മാന്നാർ കോട്ടക്കൽക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം, ഈസ്റ്റ് വെൽഫെയർ LP സ്കൂളിൽ നിർമ്മിച്ച ടർഫ്, MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് മാന്നാർ KRC വായനശാലയ്ക്ക് നിർമ്മിച്ച കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. അതുപോലെ തന്നെ KRC വായനശാല കെട്ടിടം MLA ആസ്തി വികസന ഫണ്ട് 25 ലക്ഷം രൂപ ഉദ്ഘാടനം. ഇവിടെ ഇപ്പോൾ മാന്നാർ ഈസ്റ്റ് വെൽഫെയർ LP സ്കൂളിന്റെ ടർഫ് ബഹുമാനായ ചീഫ് എഞ്ചിനീയർ സ്പോർട്സ് കേരള PK അനിൽകുമാർ ഈ വേദിയിലുണ്ട്. റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിക്കും. അതുകൊണ്ട് അതിൻ്റെ ചെലവിനത്തെ പറ്റിയൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഈ 3 പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത്. അത് കോട്ടയ്ക്കൽക്കടവ് പാലം, അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു. വളരെയേറെ ഭംഗിയായി പാലം നിർമ്മിക്കുന്ന ശ്രീ മാത്യു കോര എന്ന കരാറുകാരനാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. 15.43 കോടി രൂപയാണ് അതിൻ്റെ ഭരണാനുമതി. എന്നാൽ 13.8 കോടി രൂപയ്ക്ക് സാങ്കേതിക നടപടിയാണ് ലഭ്യമായത്. 18 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പാലം വരുന്നതോടുകൂടി മാന്നാർ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കാൻ പോകുന്ന ഒരു പാലമായിരിക്കും കോട്ടക്കൽക്കടവ് പാലം. മാത്രമല്ല, മാന്നാറിന്റെ ഭാവി ബൈപ്പാസ് വരാൻ പോകുന്നതും ഒരു പക്ഷേ ഇതുവഴി ആയിരിക്കും എന്നത് പറയാൻ കൂടി ഞാൻ ഈ അവസ്ഥയിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെന്നിത്തല വഴി വരുന്ന ഒരു റോഡാണ് ബൈപ്പാസിന് വേണ്ടി എടുത്തതെങ്കിലും ആ റോഡിന്റെ ഒരു പ്രശ്നം അരിപ്പാട്ടേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിച്ച് അവിടെ നമുക്ക് ബൈപ്പാസ് നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് ഈ ബൈപ്പാസ് സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോട്ടക്കൽക്കടവ് പാലം അതിനൊരു പ്രധാന ഘടകമായി വരുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. ഇപ്പൊ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ കോട്ടക്കൽക്കടവ് പാലത്തിന് 15.43 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. വാഹന ഗതാഗതത്തിനായി 7.5 മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും 1.35 മീറ്റർ വീതിയുള്ള നടപ്പാതയും ഉൾപ്പെടെ 8.85 മീറ്ററാണ് ആകെ വീതി. മാന്നാർ ഭാഗത്തു നിന്നും 1250 മീറ്റർ അനുബന്ധ പാതയും പരുമല ഭാഗത്തു നിന്നും 500 മീറ്റർ അനുബന്ധ പാതയും പാലത്തിനോടൊപ്പം നിർമ്മിക്കുന്നുണ്ട്. 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് ഈസ്റ്റ് വെൽഫെയർ സ്കൂളിൽ ടർഫ് കോർട്ട് നിർമ്മിച്ചത്. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് KRC വായനശാലയ്ക്ക് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വൈസ് പ്രസിഡന്റ് PA ലത, ജില്ലാ പഞ്ചായത്ത് അംഗം ജയ V കൃഷ്ണൻ, ലിസി സിൽവസ്റ്റർ, SKF ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ, SKF എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S മനോജ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരക്കൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം പ്രദേശത്തുള്ള ക്ലബ്ബുകളുടെ സൗഹൃദ മത്സരവും ടർഫ് കോർട്ടിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. CDNet ന്യൂസ്, മാന്നാർ.